നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരൊറ്റ മുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ 5 മൂട് മുളകുണ്ട്, 5 മൂട്. അതേപോലെ 5 മൂടാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഇതിലെല്ലാം നിറച്ചും മുളകാണ്, നിറച്ച് മുളക് കണ്ട, ഇത് കണ്ട, നിറച്ച് ഇതെല്ലാം ഒരു ഗ്രോ ബാഗിനകത്ത് ഉള്ള മുളകാണ്. ഞാൻ പിന്നെ പഴുത്തതിലൂടെ എല്ലാം പറിച്ചിട്ടിരിക്കുക. മഴയായതുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുക. കുറേ ഉണങ്ങിയതൊക്കെ ആവശ്യം പോലെ ഇരിപ്പുണ്ട്, പിന്നെ വാട്ടി ഉണങ്ങാറുണ്ട്. ഇത് തന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര മടുപ്പാണ്. ഇപ്പം മഴയും ആയതുകൊണ്ട് ഉണങ്ങിയെടുക്കാനും പറ്റുന്നില്ല. പിന്നെ അടുത്തുള്ളവർക്കും കൂട്ടുകാർക്കും ഒക്കെ കുറേ പറിച്ച്, ഇതിപ്പോൾ ഒരാൾക്ക് കൂട്ടുകാരിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പറിക്കുക. നമ്മളെന്ത് ചെയ്യാനാ, ഇതെല്ലാം കൂടെ അത് ആവശ്യം പോലെ മുളക് കോല കുത്തിയ കായ്ക്കുക. ഭയങ്കര എരിയ. പിന്നെ ഇതിൻ്റെ ഒരു ദോഷമെന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പയിലങ്ങോട്ട് ഇതേ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ പടുപടുപടാന്നങ്ങ് ഒടിയും. ഇതിന് മുമ്പൊന്നും വെച്ച മുളകിന് അങ്ങനില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒത്തിരി കമ്പുകൾ ഇതിൽ ഒടിഞ്ഞ് അങ്ങ് പോയി, തൊട്ടാ ഉടനെ ഒടിയും. അങ്ങനൊരു ദോഷമേ ഉള്ളൂ. പക്ഷേ ഇത്രയും നല്ല മുളക് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കൃഷിഭവനിൽ നിന്ന്. ഞാൻ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ തയ്യായത്. പക്ഷേ ഇത്രയും നല്ല കാപിടുത്തമുള്ള മുളക് ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. ഇതിപ്പം എത്രാമത്തെ മുളക് പിടുത്തമാണെന്നറിയാമോ? ഒത്തിരി ഇതിനകത്തൊന്ന് പറിച്ചു, ഒരുപാട് പറിച്ച് വാട്ടി ഉണങ്ങി വെച്ചു, പഴുത്തത് ഉണങ്ങി വെച്ചു, ആവശ്യം പോലെ കിട്ടും. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇച്ചിരി ചകിരിച്ചോറും ഇച്ചിരി ചാണകപ്പൊടിയും ഇച്ചിരി വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടെ നമ്മൾ 1:1:1 എടുത്താൽ മതി. എന്നിട്ട് അത് വെച്ച് ഇച്ചിരി ഡോളോമൈറ്റ് അത്യാവശ്യമാണ്. ഡോളോമൈറ്റും കൂടെ കൂട്ടി ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളെല്ലാം ഒഴിച്ചാൽ മതി. ഒന്നുകിൽ പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുകയോ അല്ലെന്ന് ഒരു ഫിഷമീനോ. ഇതൊന്നും വാങ്ങിക്കുന്നത് ഫിഷമീനോ എന്നും അത്ര കണ്ട് ഗുണമുണ്ടെന്ന് തോന്നിക്കുന്നില്ല. നമ്മൾ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നതല്ല. പറിച്ചിട്ടും തീരുന്നില്ല. അതുപോലെയാണ് എല്ലാ